സെൻട്രിസം എന്ന വികലമായ കാഴ്ചപ്പാടിൽ നിന്നും ആന്ത്രപ്പോസെൻട്രിസം എന്ന വിപുലമായ കാഴ്ചപ്പാടിലേക്കുള്ള കേരള രാഷ്ട്രീയത്തിലെ വലിയ മാറ്റം. മനുഷ്യജീവനാണ് മറ്റെന്തിനേക്കാളും വില നൽകേണ്ടതെന്ന ബോധ്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന നിയമനിർമ്മാണം നടത്തുന്ന ജനപ്രതിനിധികൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന പ്രതീക്ഷ തെല്ലും ചെറുതല്ല. ട്രാവൻകൂർ ന്യൂസിന്റെ ശ്രോതാക്കൾക്ക് നമസ്കാരം. മനുഷ്യന്റെ ജീവനും സ്വത്തിനും സൗര്യത്തിനും ഊന്നൽ നൽകുന്ന നിയമനിർമ്മാണമാണ് വേണ്ടതെന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. കേരളത്തിലെ മലയോര മേഖലകളിൽ വനത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ അനിയന്ത്രിതമായ രീതിയിൽ വന്യജീവികൾ പെറ്റുപെരുകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാടിന്റെ വിഭവങ്ങൾ പോരാതാവുമ്പോൾ അവർ നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളിൽ നിരന്തരമായി ഉണ്ടാകുന്ന ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, അതിന്റെ പരിണിത ഫലമായി ജീവൻ നഷ്ടപ്പെട്ട എത്രയോ ആളുകൾ, ഒരായുസിന്റെ സമ്പാദ്യം മുഴുവൻ കാട്ടുപന്നിയുടെ തേറ്റയ്ക്ക് മുന്നിലും കാട്ടാനക്കൂട്ടത്തിന്റെ കാലുകൾക്കടിയിലും ഞെരിഞ്ഞമരുന്നത് നിസ്സഹായതയോടുകൂടി അവർ കണ്ടു നിൽക്കാൻ മാത്രം അവർക്ക് സാധിക്കുമ്പോൾ, കുടിയേറ്റക്കാരെ കയ്യേറ്റക്കാരെന്ന് വിശേഷിപ്പിച്ചിരുന്ന ഒരു കൂട്ടം MLA-മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടം, കറുത്തിരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്ന ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഒരു കൂട്ടം മനുഷ്യത്വവും യാഥാസ്ഥിക ബോധവും തെല്ലുമില്ലാതിരുന്ന ജനപ്രതിനിധികൾ അരങ്ങുവാണിരുന്ന കറുത്തിരുണ്ട കാലഘട്ടം. ഹരിത MLA-മാർ സ്വയം വിശേഷിപ്പിച്ച് നെല്ലിയാമ്പതിയിലും മറ്റു കുടിയേറ്റ മേഖലകളിലും വന്യജീവികളെക്കാളും നാശം വിതച്ചത് അവർ ആയിരുന്നു എന്ന് എനിക്ക് പറയേണ്ടി വരും. ഈ നിയമനിർമ്മാണത്തിന് വേണ്ടി ചുക്കാൻ പിടിച്ച ജോസ് കെ മാണിയും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗവുമാണ്. നിരന്തരമായി ഉണ്ടായ അവരുടെ ഇടപെടലുകൾ ഇപ്പോഴിതാ ഫലപ്രാപ്തി കണ്ടിരിക്കുന്നു. ജോസ് കെ മാണിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അഭിമാനിക്കാം. കേരള രാഷ്ട്രീയത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ മന്ത്രിസഭാ തീരുമാനം. ലോകത്താകമാനം അവലംബിച്ചു വരുന്ന കൺട്രോൾഡ് കള്ളിംഗ് അഥവാ നിയന്ത്രിത വേട്ട കേരളത്തിലും അവലംബിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അനിയന്ത്രിതമായ രീതിയിൽ ഏതൊരു ജീവജാലവും എണ്ണത്തിൽ പെരുകിയാൽ മനുഷ്യനെ മാത്രമല്ല, അത് കാടിന്റെയും സന്തുലിതാവസ്ഥയെ നേരിട്ട് ബാധിക്കുക തന്നെ ചെയ്യും. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, മാനുകൾ പെറ്റുപെരുകുന്ന സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ മറ്റേത് സസ്യമുക്കായ ജീവി പെറ്റുപെരുന്ന സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ജീവജാലങ്ങളുടെ എണ്ണത്തിന് അനുപാതമായി അവയഭക്ഷ്യമാക്കുന്ന, ഭക്ഷണമാക്കുന്ന അല്ലെങ്കിൽ വേട്ടയാടുന്ന മാംസമുക്കായ ജീവികളുടെ അഭാവം പ്രകൃതിയിലെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുക തന്നെ ചെയ്യും. കാടുകൾ അപ്രത്യക്ഷമാകും. ഇതിന് പരിഹാരം കൺട്രോൾഡ് കള്ളിംഗ് അഥവാ നിയന്ത്രിത വേട്ട മാത്രമാണ്. എന്നിരുന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നിയമനിർമ്മാണം, അതിലോട്ട് നയിച്ച ഇടപെടൽ എല്ലാം ചരിത്രത്തിൽ തങ്ക ലിപികൾ കൊണ്ട് എഴുതപ്പെടും. ജനനന്മയ്ക്ക് വേണ്ടി മാത്രം പോരാടുന്നവരായിരിക്കണം ജനപ്രതിനിധികൾ എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ജോ തോമസ് സൈനിങ് ഓഫ്.